പണ്ട് കുക്ക് ചെയ്യാൻ അടുക്കളയിൽ കയറാത്ത ഞാൻ ഇപ്പോൾ കുറേ കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഉണ്ടാക്കി നോക്കാൻ അടുക്കളയിൽ കയറുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പൈസി ഗോചുജാങ് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. സംഭവം സിമ്പിളാണ്. കോൺഫ്ലോർക്ക്, സോൾട്ട്, പെപ്പർ പൗഡർ, അതുപോലെ ഗാർലിക് പൗഡർ ആൻഡ് ജിഞ്ചർ പൗഡർ, ഇത് നാലും കൂടി ഇടുക. അത് നന്നായിട്ട് കൈ കൊണ്ട് സ്റ്റിർ ചെയ്തിട്ട് നമ്മൾ അതൊരു മിക്സായിട്ട് വയ്ക്കുക. ആൻഡ് ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ പിടിപ്പിക്കുക. അതോടുകൂടിയിട്ട് ഫസ്റ്റത്തെ മാരിനേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ അത് ഒരു ഓയിലിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ എയർ ഫ്രയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാ നോർമൽ പാനിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അത് ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അടുത്ത മിക്സ് റെഡിയാക്കാം. സോ ബേസിക്കലി ഡാർക്ക് സോയ് സോസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. നോർമൽ സോയ് സോസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് സോയ് എടുക്കുക. പിന്നെ അതിലേക്ക് ജിഞ്ചർ ആൻഡ് ഗാർലിക് രണ്ടും ഗ്രേറ്റ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇടുക. ഹണി യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വീട്ടിലാരും ഹണി കഴിക്കാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1½ സ്പൂൺ ഷുഗറാണ്. അതിടുക. ആൻഡ് അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ, അത് നമ്മുടെ സ്പൈസിനെസ്സിൻ്റെ ലെവൽ അനുസരിച്ച് ഗോചുജാങ്ങിൻ്റെ സോസ് യൂസ് ചെയ്യാം. എന്നിട്ട് അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് സെസമി ഓയിലും കൂടി ഒഴിക്കുക. ഒന്നും കൂടി സ്റ്റിർ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പരിപാടി, നമ്മൾ നേരത്തെ റെഡിയാക്കിയ സോയ സോസിൻ്റെ മിക്സ് നമ്മളൊരു പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ടത് നല്ല തിക്കാവുന്ന വരെ നമ്മൾ അത് സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അത്യാവശ്യം തിക്കായി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കൻ അതിലോട്ടിടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അത്രയേ ഉള്ളൂ, സംഭവം ഫിനിഷ്. പിന്നെ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ കാണാനുള്ള ഭംഗിക്ക് വൈറ്റ് സെസമിയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സാധനം സെറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സോ നമുക്ക് നോർമൽ പ്ലെയിൻ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ അത്രയേ ഉള്ളൂ. ബൈ ബൈ.